ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് വാപ്പയുടെ റിട്ടയർമെന്റ് ആയതുകൊണ്ടും വാപ്പ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു വാപ്പ എല്ലാവരും പുകഴ്ത്തുന്നത് പറഞ്ഞുകൊണ്ടും അതിൽ നിന്ന് തന്നെ തുടങ്ങണം. അപ്പോ വാപ്പയുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ അവസാനത്തെ ദിവസം ശരിക്കും പറഞ്ഞാല് ഞാനിപ്പോ ഒരു പ്രൊഫഷണൽ ജോലിയിൽ കയറിയിട്ട് ഇപ്പോ 4 വർഷം ആവുന്നു. ഇതിന്റെ 2 സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ 2 സ്ഥാപനത്തിലും എന്നെ കുറിച്ചിട്ടുള്ള ഒരു നല്ല അഭിപ്രായം എന്ന് പറയുന്നത് എന്റെ വർക്ക് എത്തിക്സിനെ കുറിച്ചിട്ടാണ്. ഞാൻ വർക്കിനോട് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിന്റെ കാരണമാണ് ഈ നിൽക്കുന്ന 2 പേര്. വർക്കിനോടുള്ള ഡെഡിക്കേഷൻ എങ്ങനെയായിരിക്കണം, നമുക്ക് അന്നം തരുന്ന തൊഴിലിനോട് നമ്മൾ പുലർത്തേണ്ട നീതി എന്താണ്, അതിനോട് നമ്മൾ കാണിക്കേണ്ട ആത്മാർത്ഥത എന്താണെന്ന് ഞാൻ കണ്ടു പഠിക്കുകയാണ് ചെയ്തത്. അത് പാപ്പായിൽ നിന്നാണ്. പിന്നെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കോപ്പി പേസ്റ്റ് ചെയ്ത് ഉമ്മച്ചിയുടെ റിട്ടയർമെന്റ് ഇട്ടാലും കറക്റ്റ് ആയിരിക്കും. കാരണം ഉമ്മയും അതുപോലെ തന്നെയാണ്. അപ്പോ ഔദ്യോഗിക ജീവിതത്തിന്റെ അവസാനത്തെ ദിവസം എല്ലാ ചവിട്ടുപടികളും നേടിക്കൊണ്ട്, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ പണം നമുക്ക് സമ്പാദിക്കാൻ കഴിയും. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നല്ലൊരു വീട്, കാറ്, വണ്ടി എന്ത് വേണമെങ്കിലും എടുക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് മനുഷ്യരുടെ സ്നേഹം സമ്പാദിക്കുക, ആദരവ് സമ്പാദിക്കുക, ബഹുമാനം സമ്പാദിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. തൊഴിലിടത്ത് എല്ലാ ചവിട്ടുപടികളും കടന്ന് എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും കരസ്ഥമാക്കി വാപ്പ പടി ഇറങ്ങുന്നെന്ന് ഒരു ചെറിയൊരു കാൽവെപ്പ് എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് നടത്താൻ സാധിച്ചു എന്നുള്ള ജീവിതത്തിൽ എല്ലാ നിമിത്തങ്ങളോടും നന്ദി പറയുന്നു ഈ നിമിഷത്തിൽ. അതുപോലെ ഒരു പുസ്തകത്തിൽ എൻ്റെ പേര് അച്ചടിച്ചു വരുന്നത് കുറേ നാളുകൾ കൊണ്ട് ഞാൻ കാണുന്ന ഒരു സ്വപ്നമാണ്. പക്ഷെ ആ സ്വപ്നം ആദ്യമായിട്ട് സാധ്യമായത് ഉമ്മയുടെ പുസ്തകത്തിലൂടെയാണ്. ഒരു മകൻ എന്ന നിലയിലുള്ള എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും നേടിത്തരാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള 2 പേരാണത്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹവും അവരിലൂടെ തന്നെയാണ് സാധ്യമായത് എന്നുള്ളത് മറ്റൊരു നിമിത്തമാണ്. അപ്പോൾ എല്ലാ നിമിത്തങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും അർഹതപ്പെട്ട 2 പേർ അവരാണ്. ഞാൻ എന്നിൽ ഏറ്റവും കോൺഫിഡൻസോടെ കാണുന്ന എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ, എൻ്റെ അക്ഷരങ്ങളുടെ, എൻ്റെ എഴുത്തിന്റെ എല്ലാം മൂലകാരണമായ വിദ്യാഭ്യാസത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച ആ 4 കരങ്ങളാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് വാപ്പായും ഉമ്മായും തന്നെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത് സഹായിക്കണം. ഓർമ്മപ്പെയ്ത്ത് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഓർമ്മകൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന ഒരു മഴ പോലെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഓർമ്മപ്പെയ്ത്ത് എന്നുള്ള പേര് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോ പുസ്തകത്തെ കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെ വീരവാദങ്ങളോ അവകാശവാദങ്ങളോ ഒന്നുമില്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് പറയുമായിരുന്നു, ഇതുപോലെ പുസ്തക പ്രകാശനമുണ്ട്, ഓർമ്മക്കുറിപ്പാണെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ആകെ 20-25 വയസ്സല്ലേ ആയുള്ളൂ, ഇതിനിടയ്ക്ക് എത്ര ഓർമ്മയാണ്? അപ്പൊ അതാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരു ശരാശരി ഒരു മനുഷ്യന്റെ ഒരു 25 വയസ്സുകാരൻ അല്ലെങ്കിൽ 27 വയസ്സുകാരന്റെ അനുഭവക്കുറിപ്പുകളാണിത്. അപ്പൊ അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കുക. ഇതിന്റെ ആമുഖത്തിന്റെ അവസാനമായിട്ട് എഴുതിയ 2 വരികൾ ആണ് ഈ പുസ്തകത്തിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇതൊരു പക്ഷെ നിങ്ങളെ ചിന്തിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല എന്ന് വരാം. പക്ഷെ ഈ പുസ്തകം വായിച്ച് പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും ഇടയിലുള്ള ദൂരം തീർച്ചയായും കുറഞ്ഞിട്ടുണ്ടാവും, നിശ്ചയമായും. അത് മാത്രമാണ് ഈ പുസ്തകത്തെ കുറിച്ച് പറയാനുള്ളത്. എങ്ങനെയുണ്ടല്ലേ ആവിയ? എങ്ങനെയാണ് പുസ്തകം വാങ്ങേണ്ടത് എന്നുള്ളത് പറയാം. കൈരളി ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഓൺലൈൻ പോർട്ടലിൽ ലഭ്യമാണ്. കണ്ണൂരുള്ളവരാണെങ്കിൽ കൈരളിയുടെ സ്റ്റാളുകളിൽ ലഭ്യമാണ്.
അതല്ലെങ്കിൽ ആമസോണിൽ ലഭ്യമാണ്. പക്ഷെ നിലവിൽ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഉടനെ തന്നെ സ്റ്റോക്ക് വരുന്നതായിരിക്കും. പിന്നെ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് കൈരളിയുടെ സെയിൽസിന്റെ ഒരു വാട്സ്ആപ്പ് കോൺടാക്ട് നമ്പർ ഉണ്ട്. അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓർമ്മ പെയ്ത്ത് പുസ്തകം വാങ്ങാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അഡ്രസ്സ് ചോദിക്കും. അപ്പൊ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പുസ്തകം കൊറിയറായിട്ട് അഡ്രസ്സിലേക്ക് അയച്ചു തരും. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂന്നും ഞാൻ എങ്ങനെയാണ് ഇത് വാങ്ങുന്നതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം. ചെക്കൗട്ട് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും പുസ്തകങ്ങൾ വായിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ഇതിനോടകം തന്നെ കുറച്ച് പേര് വായിച്ച് നല്ല വാക്കുകളിലൂടെ എന്താ പറയാ വീണ്ടും എഴുതാൻ മോട്ടിവേറ്റ് ചെയ്തു. അവരോടൊക്കെ ഒരുപാട് നന്ദി, സ്നേഹം അറിയിക്കുന്നു. അപ്പൊ ബാക്കിയുള്ളവരും ഓർമ്മ പെയ്ത്ത് വായിക്കുക, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക.